എല്ലാ കൂട്ടുകാർക്കും പാത്തസ് ടേസ്റ്റി കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയും യിപ്പി നൂഡിൽസും വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിന്ന്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. യിപ്പി നൂഡിൽസിൻ്റെ 2-in-1 പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി കൊണ്ടും ഇതുപോലെ തയ്യാറാക്കാം. സാധാരണ നമ്മൾ യിപ്പി നൂഡിൽസ് വേവിച്ചെടുക്കുന്നത് പോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കും ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നൂഡിൽസ് നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ നൂഡിൽസും ഈ ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പോലെ. ഇനി ഇതൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം അടിവശം നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ അടിവശം വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിൻ്റെ 2 വശവും ഇതുപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള യിപ്പി നൂഡിൽസ് കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.